രാഹുൽ ഗാന്ധിയുടെ ശിവഗിരി സന്ദർശനം അദ്ദേഹത്തിൽ വളരെ ഒരു നവ്യാനുഭൂതി സൃഷ്ടിച്ചുവെന്ന് അദ്ദേഹം പ്രത്യേകമായി പറയുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച പുണ്യസ്ഥലങ്ങളൊക്കെ അദ്ദേഹം പ്രത്യേകമായി പോയി ദർശനം നടത്തുകയും അവിടെ പ്രണമിക്കുകയും അവിടുന്ന് നൽകിയ പ്രസാദം സ്വീകരിക്കുകയും ചെയ്തു. ആദ്യം സന്ദർശിച്ചത് മഹാസമാധി മന്ദിരമാണ്. അവിടുത്തെ ആരാധനയിൽ പങ്കുകൊണ്ട് ദീപം അദ്ദേഹം തൊട്ടു തൊഴുത് നമസ്കരിച്ച് വിഭൂതി അണിഞ്ഞ് കാണിക്ക സമർപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ച വൈദിക മഠം സന്ദർശിക്കുകയും അവിടെ പ്രണമിച്ചതിന് ശേഷം ഗുരുദേവനെ സന്ദർശിച്ച പ്രധാനപ്പെട്ട രണ്ട് മഹാത്മാക്കൾ രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും അവരുടെ ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് മഹാത്മാക്കളും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത് പ്രത്യേകമായി വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു പുണ്യപുരുഷനെ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഭാഗം അദ്ദേഹം വായിച്ചപ്പോൾ വളരെ അത്ഭുതപ്പെടുകയും അതുപോലെ മഹാത്മാഗാന്ധി എന്റെ ജീവിതത്തിന്റെ പരമഭാഗ്യമാണ് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ സാധിച്ചത് എന്ന ഭാഗം വായിച്ചതിന് ശേഷം അദ്ദേഹം വളരെ ആശ്ചര്യത്തോടുകൂടി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. വൈദികമഠത്തിനെ ചുറ്റി പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്നും ശാരദാമഠത്തിലെത്തുകയും അവിടെ വിദ്യാദേവതയായ ശാരദയെ നമസ്കരിച്ച് മംഗളാരതിയിൽ പങ്കുചേർന്ന് കാണിക്ക സമർപ്പിക്കുകയും ചെയ്തു. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് താന്ത്രിക വൈദിക കർമ്മങ്ങൾ ശാരദാമഠത്തിലില്ല എന്നും ഇവിടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഉള്ളൂ എന്നും അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത ഈ സവിശേഷ അദ്ദേഹത്തെ വളരെ ആശ്ചര്യഭരിതനാക്കി. മാത്രമല്ല ശാരദാമഠത്തിൽ പൂജ നടത്തി വിദ്യാർത്ഥികൾക്ക് നൽകുന്നതൊരു പേനയാണ്. പേന പ്രസാദമായി നൽകുന്നത് അദ്ദേഹം വളരെ കൗതുകത്തോടുകൂടി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ തഴയപ്പെടുന്നു എന്നുള്ളൊരു അഭിപ്രായം പൊതുവെയുണ്ട്. ശിവഗിരി മഠത്തിനും ആ അഭിപ്രായമുണ്ട്. അത് പരിഗണിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്നും അവരേതൊക്കെ മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷമുള്ളത് അവിടെയൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ട് അവരെ നിർത്തി മത്സരിപ്പിക്കണമെന്നും ശിവഗിരി മഠം ഒരു നിവേദനം ആയിട്ട് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഖജാൻജിയും ഒപ്പിട്ട് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. പരിഗണിക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതെ, തീർച്ചയായിട്ടും. കേരളത്തെ സംബന്ധിച്ച് നമ്മളുടെ ആർ ശങ്കറാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ആർ ശങ്കറാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി. അതിപ്പോൾ 62 വർഷമായിരിക്കുന്നു. അതിനുശേഷം മറ്റൊരാൾ മുഖ്യമന്ത്രി ആയിട്ടില്ല ശ്രീനാരായണ ഭക്തന്മാരിൽ നിന്ന്. ഇപ്പോ ഒരു MLA മാത്രമാണ് ശേഷിക്കുന്നത്, ശ്രീ കെ ബാബു. ആന്റണി ഒരിക്കൽ അഭിപ്രായപ്പെട്ടു, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 20 MLA-മാരും 4 മന്ത്രിമാരും ശ്രീനാരായണ സമൂഹത്തിൽ നിന്നും ഉണ്ട് എന്ന്. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. മുഖ്യധാരയിൽ നിന്നും ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ, ഈഴവ ജനവിഭാഗങ്ങൾ മാത്രമല്ല ധീവരരും അതുപോലെ വിശ്വകർമ്മജരും SC ST ജനവിഭാഗങ്ങളൊക്കെ തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്ഥിതി ഇന്ന് കേരളത്തിലുണ്ട്. അവർക്കും വേണ്ട പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള സംവിധാനം ഇപ്പോഴത്തെ നേതൃത്വം ഏറ്റെടുക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അഭിപ്രായം